ലുക്മാൻ അവറാൻ. കഴിഞ്ഞ ദിവസം പെരുമാനി കണ്ടപ്പോഴാണ് ഈ നടനെ പറ്റി ഒന്ന് റീതിങ്ക് ചെയ്തു നോക്കിയത്. തല്ലുമാലയിലെ ജംഷിയാണ് അദ്ദേഹത്തിന് ശരിക്കും നല്ല ഒരു ഇമേജ് നൽകിയിട്ടുള്ളത്. പൊതുവെ ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ ബിടെക് കഴിഞ്ഞിട്ട് സിനിമാ നടനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹവും. പക്ഷേ ഇപ്പോഴത്തെ മലയാള സിനിമയിലെ നെപ്പോ വേൾഡിലും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനാവുന്നത് കൊച്ചിയിലെ സിനിമാ കൂട്ടത്തിൽ എത്തിച്ചേർന്നതിനാലാണ്. എനിക്ക് ഇദ്ദേഹത്തിന്റെ ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു റോൾ സൗദി വെള്ളക്കയിലെ അഭിലാഷ് ശശിധരനാണ്. ഇനി മറ്റു നടന്മാരിൽ നിന്ന് ഇദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത് കൊച്ചിക്കാരനാകാനും മലപ്പുറംകാരനാകാനും പാവം പയ്യനാകാനും പോലീസുകാരനാകാനും ഒക്കെ അദ്ദേഹത്തിന് വളരെ ഒഴുക്കോടെ കഴിയുന്നു എന്നുള്ളതാണ്. ഒട്ടും ഡ്രാമാറ്റിക് അല്ലാതെ അയാൾക്ക് അതിന് കഴിയുന്നുണ്ട്. സൗദി വെള്ളക്കയിലെയും സുലേഖ മനസ്സിലെയും അഞ്ചക്കള്ള കൊക്കാനിലെയും പെരുമാനിയിലും ഒക്കെ ഉള്ള അതേ പാവൻ തന്നെ ആണ് തല്ലുമാലയിലെ ഒരു ആംഗ്രി യങ്മാനൊക്കെ ആയിട്ട് മാറുന്നത്. മറ്റൊരു കൗതുകം തോന്നിയ കാര്യം തുടരും എന്ന സിനിമയിലൂടെ മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകനായിട്ട് മാറിയിട്ടുള്ള തരുൺ മൂർത്തിയുടെ ആദ്യ ചിത്രങ്ങളായിട്ടുള്ള സൗദി വെള്ളക്കിലെയും ഓപ്പറേഷൻ ജാവയിലെയും ഒക്കെ നായക കഥാപാത്രം ചെയ്തിരുന്നത് ഇദ്ദേഹമായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇദ്ദേഹത്തിന്റെ കൂടെ പുതിയ നല്ല ചിത്രങ്ങൾ ഇനിയും അദ്ദേഹത്തിന് ലഭിക്കുമായിരിക്കും. എന്തൊക്കെയായാലും ഇനി അദ്ദേഹത്തിന് ഇറങ്ങാൻ പോകുന്ന ഒരു പടം എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ കൂടെയുള്ള വളയാണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിലൂടെ ഒരു ബോംബിംഗ് സ്റ്റാർ എന്നുള്ള ഇമേജ് മാറ്റാൻ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള ധ്യാൻ ശ്രീനിവാസന്റെ ഈ സിനിമയും നല്ലൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു.